ഈ മഹാദുരന്തത്തിൻ്റെ വാർത്തയ്ക്കിടയിലും ചില ആശ്വാസം പകരുന്ന മലയാളികളുടെ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു, ചില വിശേഷങ്ങൾ പുറത്തു വരുന്നു. അതുപോലെ ഒരു വിശേഷമാണ് കോഴിക്കോട് കൂടരഞ്ഞിയിലുള്ളത്. അദ്ദേഹം ഈ സഹായം നൽകുന്ന നിരവധി വാർത്തകൾക്കിടയിൽ അദ്ദേഹം ഒരു വലിയൊരു കാര്യം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. 25 സെൻറ്റ് സ്ഥലം, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള 25 സെൻറ്റ് സ്ഥലം അദ്ദേഹം ഈ വീട് നഷ്ടപ്പെട്ട ആളുകൾക്ക് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി സഹായമായി സംഭാവനയായി നൽകാൻ അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹം നമ്മളോടൊപ്പമുണ്ട്. ഏത് ഭാഗത്തുള്ള സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത്? മലയോര ഹൈവേയുടെ അഭിമുഖമായിട്ടുള്ള എൻ്റെ പിതാവ് എനിക്ക് തന്ന 2 ഏക്കർ 45 സെൻറ്റ് സ്ഥലത്തിൽ 25 സെൻറ്റ് സ്ഥലമാണ്. ഏകദേശം 25 ലക്ഷം രൂപ വില വരുന്ന 25 സെൻറ്റ് സ്ഥലമാണ് കത്തോലിക്ക സഭ മുഖേന വീട് നഷ്ടപ്പെട്ട ദുരന്തത്തിൽ സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുന്നതിനായിട്ട് നൽകാൻ ഞാൻ തീരുമാനിച്ചത്. ഇതിങ്ങനെ നൽകാൻ പെട്ടെന്ന് ഇത്രയും വലിയൊരു തുക അതിന് വില വരുമെന്നാണ് കരുതുന്നത്. അപ്പം അങ്ങനെ ഒരു സ്ഥലം ഇങ്ങനെ ഈ സാധാരണക്കാർക്ക് നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാനുള്ള കാരണം? കോഴിക്കോട് ബിഷപ്പ് ബഹുമാന്യനായ വർഗീസ് ചക്കാലക്ക പിതാവ് കോഴിക്കോട് രൂപതയുടെ വീടും സ്ഥലവും നഷ്ടപ്പെട്ടവർക്ക് വീട് വെക്കാൻ നൽകുമെന്ന് അറിയിക്കുന്നത് കണ്ടു. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, ഒരു പബ്ലിക് പ്രോപ്പർട്ടിയായ രൂപതയുടെ വസ്തു കൊടുക്കാൻ തീരുമാനിക്കണമെങ്കിൽ മിനിമം 4 പേർ കൂടി ചേർന്ന് തീരുമാനിക്കണം. വികാരി ജനറൽ, പ്രൊക്കുറേറ്റർ, ചാൻസലർ, പിന്നെ ബിഷപ്പ്. അപ്പോൾ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ ബിഷപ്പിനെ പോലെയുള്ള ആൾക്ക് കഴിയുമെങ്കിൽ ഒരു ക്രിസ്ത്യാനിയായ ഒരു ഇൻഡിവിജ്വലായ എനിക്ക് സ്വന്തം പേരിൽ കിടക്കുന്ന സ്ഥലത്തിൻ്റെ ഒരു കഷ്ണം കൊടുക്കുന്നതിന് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ലേ എന്ന് ഞാൻ എന്നോട് ചോദിച്ചു. അപ്പോൾ തന്നെ തീരുമാനിച്ചു. ഫേസ്ബുക്കിൽ തന്നെ ഔദ്യോഗികമായിട്ട് ഇട്ടു. 25 ലക്ഷം രൂപ വില വരുന്ന 25 സെൻറ്റ് സ്ഥലം 5 വീടുകൾ വിൽക്കുന്നതിനായി ഞാൻ തീരുമാനിച്ചു, നിങ്ങളോ എന്ന ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി അത് പരസ്യമായി ഡിക്ലെയർ ചെയ്തു. വളരെയധികം നന്ദി. വലിയ ഒരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹത്തെ പോലെ ഇങ്ങനെ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്ന, അല്ലെങ്കിൽ ഈ വലിയൊരു ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർ, ജീവൻ നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്ന നിരവധി കാര്യങ്ങൾ, നിരവധി വിശേഷങ്ങൾ പുറത്തു വരുന്നു. ഇത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും, അതായത് ഒരുമിച്ച് നിന്നതിൻ്റെ ഒരു ഫലമായിട്ട് കൂടിയാണ് ഇങ്ങനെയൊരു ദുരന്തത്തിലും കേരളത്തിൽ സമാശ്വസിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ ദുരിതബാധിതർക്ക് വലിയ ആത്മവിശ്വാസം നൽകാനുള്ള ഒരു ഊർജ്ജമായി നിലനിൽക്കുന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ക്യാമറമാൻ നിതിൻ ഗോപിക്കൊപ്പം സലാം മുഹമ്മദ്, മീഡിയ 1 കോഴിക്കോട്.